ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു സുവർണ വർഷമായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പിൽ മുത്തമിട്ട ഇന്ത്യ 2026ലേക്ക് കടക്കുമ്പോൾ ലോക ക്രിക്കറ്റിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന T20 ലോകകപ്പാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ലോകകപ്പിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രാപ്തിയുള്ള ഒരുപിടി യുവതാരങ്ങളുടെ ഉദയത്തിനാണ് 2026 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും വിസ്മയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇന്ത്യൻ ക്യാപ്പിനായി കാത്തു നിൽക്കുന്ന 3 യുവതാരങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ ബെഞ്ച് സ്ട്രെങ്ത് ആണ്. ഒരു മുൻനിര താരം പരിക്കേറ്റ് മാറിയാലോ വിശ്രമം എടുത്താലോ പകരം വെക്കാൻ അതിനേക്കാൾ മികച്ച പ്രതിഭകൾ എപ്പോഴും ക്യൂവിലുണ്ട്. 2026 ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുള്ള 3 പ്രധാന താരങ്ങളാണ് വൈഭവ് സൂര്യവംശി, വിപ്രജ് നിഗം, അക്യൂബ് നബി. ഇവർ ഓരോരുത്തരും വ്യത്യസ്തമായ ശൈലി കൊണ്ടും അസാമാന്യമായ കഴിവ് കൊണ്ടും ഇതിനോടകം തന്നെ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പുതിയ വണ്ടർ കിഡ് എന്നാണ് 14-കാരനായ വൈഭവ് സൂര്യവംശിയെ വിശേഷിപ്പിക്കുന്നത്. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഗ്രീസിൽ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന ഈ ബീഹാർ സ്വദേശി ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജസ്ഥാൻ റോയൽസിനായി കഴിഞ്ഞ സീസണിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ് തന്റെ വരവറിയിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ വെറും 35 പന്തിൽ സെഞ്ചുറി തികച്ചതോടെ IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡും ഈ കൗമാരക്കാരന്റെ പേരിലായി. അണ്ടർ-19 ഏഷ്യ കപ്പിൽ UAE-ക്കെതിരെ 171 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് വിജയ് ഹസാരെ ട്രോഫിയിലും സെഞ്ചുറികൾ വാരിക്കൂട്ടി. ഇടംകൈയൻ ബാറ്റർമാർക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന ഫ്ലോയും പന്തിനെ അതിർത്തി കടത്താനുള്ള കരുത്തും വൈഭവിനെ സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഇഷാൻ കിഷന്റെയും ഒക്കെ പ്രായത്തിൽ പ്രകടനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. 2026 T20 ലോകകപ്പിന് ശേഷം സീനിയർ ടീമിലേക്ക് ഒരു ഓപ്പണറായോ മിഡിൽ ഓർഡർ ബാറ്ററായോ വൈഭവ് സൂര്യവംശി എത്തിയേക്കും. ഇന്ത്യൻ ടീം കാലങ്ങളായി തിരയുന്ന ഒന്നാണ് ബാറ്റിംഗിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു റിസ്റ്റ് സ്പിന്നറെ. കുൽദീപ് യാദവും ചഹലും ബൌളിംഗിൽ മാന്ത്രികത കാട്ടുമ്പോൾ ബാറ്റിംഗിൽ അവർക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയാറില്ല. ഈ വിടവ് നികത്താൻ എത്തുന്ന താരമാണ് വിപ്രജ് നിഗം. സ്പിൻ ബൌളിംഗിൽ വേഗതയും കൃത്യതയും കാരണം ആരാധകർ അദ്ദേഹത്തെ ഇന്ത്യൻ റാഷിദ് ഖാൻ എന്ന് വിളിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസിനായി കഴിഞ്ഞ വർഷം 14 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകൾ വീഴ്ത്തിയ നിഗം മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. എന്നാൽ ബൌളിംഗിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് ആണ് സെലക്ടർമാരെ ആകർഷിക്കുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ തകർത്തടിച്ച് റൺസ് ഉയർത്താൻ നിഗമിന് പ്രത്യേക കഴിവുണ്ട്. രവീന്ദ്ര ജഡേജയ്ക്കും അക്സർ പട്ടേലിനും ശേഷം ടീമിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓൾറൗണ്ട് ഓപ്ഷനാണ് നിഗം. T20 ക്രിക്കറ്റിന്റെ വേഗതയ്ക്കും അനുയോജ്യമായ അദ്ദേഹത്തിന്റെ ശൈലി 2026 ടീം ഇന്ത്യയിലേക്ക് ഒരു എക്സ് ഫാക്ടറായി അദ്ദേഹത്തെ എത്തിച്ചേക്കാം. ഉമ്രാൻ മാലിക്കിനു ശേഷം ജമ്മു കാശ്മീരിൽ നിന്നും ഇന്ത്യൻ പേസ് ബൌളിംഗിന് ലഭിക്കുന്ന മറ്റൊരു വജ്രായുധമാണ് അക്യൂബ് നബി. 29 വയസ്സുകാരനായ ഈ താരം ആഭ്യന്തര ക്രിക്കറ്റിലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ നിലയിൽ എത്തിയത്. കഴിഞ്ഞ രഞ്ജി സീസണിൽ വെറും 5 മത്സരങ്ങളിൽ നിന്ന് 29 വിക്കറ്റുകൾ പിഴുത താരത്തിന്റെ പ്രകടനം അവിശ്വസനീയമാണ്. ഇതിൽ 3 തവണ 5 വിക്കറ്റ് നേട്ടം ഉൾപ്പെടുന്നുണ്ട്. പന്തിന് ലഭിക്കുന്ന അസാമാന്യമായ സ്വിംഗും വേഗതയുമാണ് താരത്തെ അപകടകാരിയാക്കുന്നത്. ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ താരം എത്തുന്നതോടെ അദ്ദേഹത്തിന് കൂടുതൽ വലിയ വേദികൾ ലഭിക്കും. ഋഷഭ് പന്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിക്കായി മികച്ച പ്രകടനം നടത്തിയാൽ സീനിയർ ടീമിൽ മുഹമ്മദ് ഷമിക്ക് ശേഷമുള്ള ഒരു വിശ്വസ്ത പേസറായി അക്യൂബ് നബിക്ക് സ്ഥാനം പിടിക്കാം. പ്രായം 29 ആയതിനാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതും നിർണായകമാണ്. സൂര്യകുമാർ യാദവിനും രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കേണ്ടത് ഈ യുവതലമുറയാണ്. 2026 T20 ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങളിൽ പലരും അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞേക്കാം. ആ സാഹചര്യത്തിൽ വൈഭവ് സൂര്യവംശിയെ പോലുള്ള കൗമാരക്കാരെയും വിപ്രജ് നിഗമിനെ പോലെയുള്ള ഓൾറൗണ്ടർമാരെയും ടീമിൽ ഉൾപ്പെടുത്തുക എന്നത് BCCIയുടെ ദീർഘകാല പദ്ധതികളുടെ ഭാഗമാണ്. ഇന്ത്യൻ മണ്ണിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ് ആയതിനാൽ നാട്ടിലെ സാഹചര്യങ്ങൾ നന്നായി അറിയാവുന്ന ഈ യുവതാരങ്ങളെ നെറ്റ്സ് ബൌളർമാരായോ റിസർവ് താരങ്ങളായോ ടീമിനൊപ്പം ചേർക്കാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം മനസ്സിലാക്കാനും സഹായിക്കും. ക്രിക്കറ്റ് എന്നത് വെറും ഒരു കളിയല്ല, ഇന്ത്യക്കാർക്ക് അതൊരു വികാരമാണ്. ആ വികാരത്തെ നെഞ്ചേറ്റാൻ പുതിയ തലമുറ സജ്ജമായി കഴിഞ്ഞു. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കരുത്തും വിപ്രജിന്റെ മാന്ത്രികതയും അക്യൂബ് നബിയുടെ തീപ്പൊരി വേഗതയും 2026 ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായങ്ങൾ സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ യുവതാരങ്ങൾ ഇന്ത്യൻ ക്യാപ്പ് അണിയുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.